Indian, Hindi, राष्ट्रीय भाषा, language. Yes क्या नो? मैं किस स्टाइल का है? तुम हिंदी बोलना चाहिए. तुम्हें स्टडी करेगा? स्टडी नहीं. और स्पीकिंग इंग्लिश, हिंदी. स्पीकिंग इंग्लिश. वो भी अभी सीख रहा है. वो सीख रहा है. കേരള ഭൂട്ടാൻ നാഗാലാൻഡിലെ ഡേ 19 എല്ലാവർക്കും സ്വാഗതം. സമയം രാവിലെ 4:43. ഏറ്റവും വലിയ ഒരു ജേണി ഞങ്ങൾ നടത്താൻ വേണ്ടി പോവുക. ഏകദേശം 575 കിലോമീറ്റർ ഉണ്ട് കൊൽക്കത്ത ടു സിലിഗുരി. അപ്പോൾ ഞങ്ങൾ സെറ്റായിട്ടുണ്ട്. വണ്ടിയൊക്കെ ഞങ്ങൾ ഓൾറെഡി ഇന്നലെ പാർക്ക് ചെയ്തത് ഇതിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പം ഞങ്ങൾ രാത്രി തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, ഇല്ലേ പോകാൻ പറ്റില്ലായിരുന്നു. അപ്പം വണ്ടിയൊക്കെ ഇവിടെ റെഡി. ഇനി വണ്ടി എടുക്കുക, പോവുക. കാരണം 12 മണിക്കൂറോളം ഇവിടുന്ന് യാത്ര ഉണ്ട്. അപ്പോൾ 12 മണിക്കൂറാകുമ്പം ജീപ്പിലാകുമ്പോൾ അതൊരു 15 മണിക്കൂർ എടുക്കും. അപ്പോൾ രാത്രി ഒരു 9 മണിയാകുമ്പത്തിനും അല്ലെങ്കിൽ 8 മണിയാകുമ്പത്തിനും നമുക്ക് സിലിഗുരി ഓടിക്കണം. ഒരു ടാസ്ക് ഡേ ആണെന്ന്. രാവിലത്തെ റൈഡ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. സമയം 4:55 ഇറങ്ങുമ്പോഴത്തേനും അവരോട് ടാറ്റ പറയാണ്. അപ്പം ടാറ്റ, ഇനി കാണാം. ഇസ്ലാം. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങിയാണ് കൊൽക്കത്തയിൽ നിന്ന്. നമ്മൾ നിന്ന സ്ഥലമാണ്. സമയം 4 മണിയാകുമ്പോഴത്തേനും നല്ല വെളിച്ചമൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ. കൊള്ളാം. നമ്മളിതാ ഇത്രയും ദിവസം ഇവിടെയൊക്കെ ബ്ലോക്കിൻ്റെ കട്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇവിടെ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ പോണത്. കൊൽക്കത്ത റോഡ് ബ്ലോക്കില്ലാണ്ട് വണ്ടി ഓടിക്കുന്നത് ആദ്യമായിട്ടാണ്. പോലീസുകാരില്ല, ആരില്ല. സമയം കൃത്യം 5 മണി. അപ്പോൾ നമ്മൾ നേരെ വിടട്ടെ. മൊത്തം 572 കിലോമീറ്ററാണ് ഇനി കാണിക്കുന്നത്. 11 മണിക്കൂറും 40 മിനിറ്റും. 4:40 അവിടെ എത്തുന്നതാണ്. പക്ഷെ എത്തൊന്നുമില്ല. നമുക്ക് ബാക്കി ഇങ്ങനെ കാഴ്ചകൾ കണ്ടങ്ങോട്ട് പോകും. കൊൽക്കത്തയുടെ ന്യൂ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറ ആംഗിൾ വെരി ബാഡ്, ഐ ഡോണ്ട് നോ. പിന്നെ സാറ്റലൈറ്റ് സ്റ്റേഡിയം അങ്ങനത്തെ കുറച്ച് പുതിയ കൊൽക്കത്തയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ പഴയ കൊൽക്കത്ത കഴിഞ്ഞ ദിവസം ഹൗറ ബ്രിഡ്ജിൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കേട്ടു. അപ്പോൾ സോ ഹാപ്പി ഗൈസ്, സോ ഹാപ്പി. അതിനൊക്കെ കേട്ടതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഇന്നത്തെ റൂട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഹാറും ടച്ച് ചെയ്തിട്ടാണ് പോണത്. അതായത് വെസ്റ്റ് ബംഗാൾ, പിന്നെ ബീഹാർ ടച്ച് ചെയ്യും, വീണ്ടും വെസ്റ്റ് ബംഗാളിൽ കയറും, വീണ്ടും ബീഹാർ ടച്ച് ചെയ്യും, അങ്ങനെ. അപ്പോൾ ബീഹാർ വെസ്റ്റ് ബംഗാൾ ബോർഡറിൽ കൂടെയാണ് പോണത്. അതുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആത്മവിശ്വാസത്തോടെ ഇന്നത്തെ റൈഡും തീർക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നമ്മളിതാ സിറ്റിയിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഔട്ടർ സിറ്റിയിൽ ഒരു ഹൈവേയിലോട്ട് കയറിയിരിക്കുകയാണ്. കല്യാൺ ഹൈവേ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിങ്ങനെ 27 കിലോമീറ്റർ നേരെ വിടാനാണ് പറയുന്നത്. നല്ല കിടിലൻ റോഡ്. അപ്പോൾ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ. 5:42. അപ്പോൾ അതിൻ്റെ ഒരു കോടയും ഇതൊക്കെ കാണാനുണ്ട്. ഇത് കോടയാണോ അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ പൊല്യൂഷനാണോ എന്നും കൂടിയാണ് നമുക്കറിയേണ്ടത്. എന്തായാലും കോടയായാൽ മതിയായിരുന്നു, പൊല്യൂഷനൊന്നും ഇല്ലാതിരിക്കട്ടെ. ഒരാൾ ഉറങ്ങി വീണ ഇങ്ങനെ കാണിച്ചു കേട്ടോ. സ്ലീപ്പിംഗ് സ്ലീപ്പിംഗ്. സോ ഗൈസ്, ഗിയർ വെറുതെ ഇളകി കളിക്കുകയാണ്. അപ്പം അക്കീർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അന്ന് അക്കീർ ഇതേപോലെ എന്തൊക്കെയോ ചെയ്ത് റെഡിയാക്കിയിരുന്നു. ഞാൻ വിചാരിച്ചു മേജർ കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, Akir became the repair guy. Very sleepy. വണ്ടിയുടെ ബാക്കൊക്കെ നോക്ക് ആരൊക്കെ ഇട്ടിട്ട് മറ്റേ ഇതൊക്കെ അയക്കണേ, എന്താ പറയുക, ആറിട്ട
ഈ ആറിടുന്ന സ്ഥലത്തിന് എന്താ പറയുക, അതന്നെ ആറിടുന്ന സ്ഥലം. ഇതാ നമ്മളിതാ മെയിൻ ഹൈവേയിലോട്ട് വണ്ടി കയറ്റാൻ വേണ്ടി പോവാണ്. ഇതാണ് ഹൈവേ. ഞാൻ എൻ്റെ ചരിത്രത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു സംഗതി മാപ്പിൽ കണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ ഓണാക്കി. നോക്കിയോളേ, ഒന്ന് ഹൈവേയിലോട്ട് കയറട്ടെ. അതായത് ഇനി 343 കിലോമീറ്റർ ഇതേ റോഡാണ്. മൊത്തം 509 കിലോമീറ്റർ റോഡുള്ള 343 കിലോമീറ്റർ തിരിഞ്ഞ് നോക്കണ്ടെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. നേരെ വിട്ടോളാൻ സുഖമായി. അപ്പോൾ നമ്മൾ നേരെ വണ്ടി വിടട്ടെ കേട്ടോ ഗൈസ്. വേറെ ഒന്നും കാണിച്ചു തരാറില്ല, ഹൈവേകളിൽ തന്നെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും പോണ വഴിക്കുള്ള ഗ്രാമങ്ങൾ കാണിക്കാൻ പറ്റുന്നത് കാണിക്കാം. പിന്നെ അറിയാലോ നമ്മളെ റൈഡ് അങ്ങനെയാണ്. ഇനി നോർത്ത് ഈസ്റ്റിൽ കയറിയതിന് ശേഷം നമ്മൾ നാഗാലാൻഡിലൊക്കെ നമ്മൾ ഫുള്ള് കറങ്ങി നിങ്ങൾക്ക് ഗ്രാമങ്ങളും എല്ലാം കാണിച്ചു തരും. അപ്പോൾ അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഭൂട്ടാനും മാക്സിമം നമ്മൾ കാണിച്ചു തരും. സോ ഗൈസ്, ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ വണ്ടി ഓടിച്ച് നോൺ സ്റ്റോപ്പ് ഇവിടെ നിർത്തി. സിലിഗുരി ഹൈവേയിലാണ്. 300 കിലോമീറ്റർ ഇഞ്ചും സ്ട്രെയിറ്റ് ഉണ്ട്. വണ്ടി കുഴപ്പങ്ങളൊന്നുമില്ല, ഹോണടിയില്ല എന്നേ ഉള്ളൂ. ഇവിടുന്ന് ഈ ഒരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഹൈവേയിലെ ചായ കുടി അതൊരു വൈബ് തന്നെ. എന്നും യാസിൻ വ്ളോഗ്സൊക്കെ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു വിഷമം. ചായ വെക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ അത്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാമറ ഒന്ന് തുടങ്ങിയട്ടെ. നല്ല രീതിയിൽ ഞാൻ നാഗാലാൻഡിലേക്ക് എത്തിയിട്ട് വില്ലേജസും അവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഹൈവേയിൽ പോകുന്നതുകൊണ്ടാണ് ഇത് ഉള്ളോട്ടൊന്നും കയറിയിട്ടൊരു സ്ഥലം കാണിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ പറഞ്ഞ ബോറടിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ക്ഷമിക്കുക, എല്ലാം ഞാൻ ഡീലാക്കും. ഓക്കെ, ചായയൊക്കെ കുടിച്ച് വീണ്ടും ഹൈവേയിലോട്ട് കയറി. അതായത് ഇന്ന് 4 മണിക്ക് എണീറ്റ് 4:50 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയല്ലോ. അതുകൊണ്ട് കാര്യങ്ങളൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗ്ലാസ് ചായ ഞാൻ കുടിച്ച്, അക്കീർ 2 ഗ്ലാസ് ചായ. ഇപ്പം വയറ്റിൽ നിന്ന് അപ്പടി പോട് 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 അസതി പോട് പോട് കണ്ണാല്, ഇതാണിപ്പം പരിപാടി. എന്ത് ചെയ്യും? അപ്പം അപ്പടി പോട് ആ സ്ലോ പേസിൽ പൊയ്ക്കോട്ടെ. സോ ഗൈസ്, ഉറക്കാൻ വന്നിട്ട് ഒരു രക്ഷയില്ല. ഉറങ്ങി ഇങ്ങനെ പോവുക. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. ഞാൻ പറഞ്ഞ അക്കീറിനോട് സ്ട്രിങ് വാങ്ങാറ്. അപ്പോൾ പറഞ്ഞ സ്ട്രിങ് വേണ്ട, റെഡ് ബുൾ വാങ്ങാം. ഈ റോട്ടിലെ റെഡ് ബുൾ കിട്ടണേ കുറച്ച് പണിയാണ്. എന്തായാലും തപ്പിപ്പോയിക്കണേ, കിട്ടുമോ നോക്കട്ടോ. മുഖം കഴുകി നോക്കി, ഒരു രക്ഷയില്ല. റെഡ് ബുൾ അടിച്ചു കഴിഞ്ഞാൽ എന്താകും? റെഡ് ബുൾ ഗീവ്സ് യു വിങ്സ്. നോക്കാം കിട്ടുമോ നോക്കാം. റെഡ് ബുൾ കിട്ടൂല എന്ന് ഉറപ്പേനു. നമുക്ക് സ്ട്രിങ് ഓടിച്ചിട്ട് തൽക്കാലം സ്ട്രിങ് ഓടിക്കുന്ന നല്ലതല്ല എന്ന് എനിക്കറിയാം. പക്ഷേ മേലോട്ട് പോകാനായിട്ട് നല്ലതല്ല സ്ട്രിങ് ഓടിക്കുന്നത്. ആ, കണ്ണ് തുറക്കുന്നുണ്ട്. ഇത് സ്ട്രിങ്ങിന് സ്ട്രോങ് സ്ട്രിങ്ങിന് ഡൂപ്പ് ഗൈസ്. നമ്മുടെ ഹൈവേൻ്റെ ആ പ്രൗഢിയുള്ള ഹൈവേ കണ്ട് കഴിഞ്ഞിട്ട് നല്ല പ്രൗഢിയുള്ള ഹൈവേ ഒന്നും ഇല്ല ഇപ്പം. നല്ല ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയിട്ട് ചെറിയ ചെറിയ ടൗണ്, അതായത് വികസനമൊന്നും എവിടെ എത്താതെ ഇങ്ങനെ തുടങ്ങി വരുന്ന ഓരോ ഗ്രാമങ്ങളാണ് ഇതൊക്കെ, ടൗണുകളാണ്. അത് ഗ്രാമത്തിൻ്റെ സൈഡിലുള്ള ചെറിയ ചെറിയ ടൗണുകൾ. 4 ലൈനൊക്കെ ഫ്യൂച്ചറിൽ വരും എന്നുള്ള രീതിയിൽ കുറച്ച് മുന്നോട്ട് പോയുണ്ട്. അപ്പം അത് പക്ക ഒരു 20 കൊല്ലം മുന്നേ ഉള്ള ഒരു കേരളമൊക്കെ ആയിട്ട് തോന്നുക. ചെറിയ ചെറിയ വീടുകൾ, ആൾക്കാർ റോഡ് സൈഡൊക്കെ വെച്ചിട്ടാണ് ചിക്കൻ വെക്കണേ. കടയൊന്നുമില്ല, വെറുതെ വെട്ടി വെക്കുക, ആ രീതിയിലാണ്. നല്ല രസമുണ്ട്, കാണാൻ രസമുണ്ട്. ഉന്തുവണ്ടിയിൽ പച്ചക്കറി ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. അതാട്ടോ ഹൈവേയിലോട്ട് കയറുകയാണേ. വീണ്ടും 4 ലൈൻ ഹൈവേ തന്നെയാണ്, 4 ലൈൻ റോഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുക.
പക്ഷേ ഒരു കട നല്ല ഇല്ലെന്ന് ഒന്നുമില്ല, ഒരു കടയും തുറക്കില്ല, റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു. കിട്ടായിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷയല്ലേ, ഓട്ടോറിക്ഷയ്ക്ക് വരാൻ ഒരു ഇലക്ട്രിക് ഒരു ടൈപ്പ് ഒരു ഗുഡ്സ് പോലത്തെ ഒരു സാധനമുണ്ട്. മുന്നിൽ പോണതാണ് ഡീസലിൻ്റെ വേറൊരു ടൈപ്പ് കേട്ടോ. അത് ആ സൈഡിൽ കിടക്കുന്നതാണ് ഇലക്ട്രിക് വണ്ടി. ഇത് ഡീസൽ ടൈപ്പ് നമ്മളെ ഗുഡ്സിന് പകരം നാട്ടിൽ ഇവിടെ ഒരു ടൈപ്പ് സാധനം. इंडियन तो हिंदी बोलना चाहिए। तुम्हें स्टडी करेगा? स्टडी नहीं और स्पीकिंग इंग्लिश, हिंदी स्पीकिंग इंग्लिश वो भी अभी सीख रहा है वो भी। सीख रहा है। इंडियन हिंदी राष्ट्रीय भाषा लैंग्वेज। यस क्या नो मैं है मैं किस स्टेट का है? तुम इधर का अरुणाचल प्रदेश? नहीं नागालैंड। ओके दोस्त, थैंक यू। निकल रहे, दूसरा दिन में मिलेगा। ओके ठीक है। So guys, I met people from Plasia and അവരുടെ ചെങ്ങായി ഉണ്ടായിരുന്നു. അതായത് ഈ ഇന്ത്യക്കാരനാണെങ്കിൽ ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് അവരുടെ കാര്യമില്ല, ഇന്ത്യക്കാരനാണെങ്കിൽ നീ ഹിന്ദി സംസാരിക്കണം. ഏത് ഭാഷയും പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് ഹിന്ദി ഞാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, നിർബന്ധമാണ്. അതാണ് രാഷ്ട്രഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട്. മുർഷിദാബാദ് എന്ന് പറയുന്ന ഒരു ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ പേടിയാണ് വയസ്സ്, കാരണം ആൾക്കാരെ നോട്ടവും പിടുത്തവും. അതായത് ഇവിടെ 4 ലൈൻ ഉണ്ടാക്കാനൊന്നും സമ്മതിച്ചില്ല എന്ന് തോന്നുന്നു ഇവിടുത്തെ നാട്ടുകാർ. എല്ലാം അങ്ങനെ ഇപ്പം നമ്മൾ അടിച്ച് കൊല്ലുന്നുള്ള രീതിയിലാണ് നോക്കണേ. ഫുള്ള് റഫ് ആൻഡ് ടഫ്. ഇത്രയും നേരം അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലോക്ക് കഴിഞ്ഞിട്ട് കയറി നല്ല പച്ചപ്പ് നിറഞ്ഞ ബംഗാൾ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മളെ യാത്ര. ഇന്നെന്തോ ഭാഗ്യത്തിന് വെയിലടിക്കുന്നില്ല, അപ്പോൾ നല്ല രസമുണ്ട്. 2 സൈഡും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടങ്ങൾ. ഓരോ ടൗൺ വരുമ്പോഴും 4 ലൈൻ റോഡ് മാറിയിട്ട് നമ്മളെ കേരളത്തിൽ പോലത്തെ സാധാ റോഡ് വരും, 2 ലൈൻ. ഫുള്ള് ബ്ലോക്കും, നാട്ടുകാർ മൊത്തം ഒരുമാതിരി നോട്ടം. അപ്പോൾ സമയം ഇപ്പോൾ 9:40 ആയിട്ടേ ഉള്ളൂ. നമ്മളൊരു ഏകദേശം ഒരു 200 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇപ്പം തന്നെ ഓടി. ഇനിയും 360 കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട്. റോഡ് മോശമായത് കൊണ്ട് ടൈം കൂടുതലെടുക്കുമെന്നാണ് കാണിക്കുന്നത്. എന്തായാലും ബംഗാൾ ഗ്രാമക്കാഴ്ചകൾ രസമുണ്ട്. എനിക്ക് വെസ്റ്റ് ബംഗാളിൽ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈവേയിൽ നമ്മൾ വരുമ്പോൾ ഇതുപോലത്തെ ഓരോ സാധനങ്ങളോട് കൊണ്ടുവെക്കും. ഇത് പെട്ടെന്ന് ചവിട്ടിയാൽ കിട്ടുമോ? വേറെ ഒരു ഹൈവേയിലും ഇല്ലാത്ത കാര്യം ഇവിടെ നടക്കണം. ഹൈവേയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഹൈവേ എന്ന് പറഞ്ഞാൽ ഹൈവേ ആയിരിക്കണം. എന്നിട്ട് അവിടെ ഓവർ ബ്രിഡ്ജോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അതല്ല ബ്യൂട്ടിഫുൾ പാടം, ഓടമഞ്ഞ കൂടി കിടക്കുന്നുണ്ട് ഈ പാടത്തിട്ടോ. ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ ട്രെയിൻ പോകണം. അടിപൊളി കാഴ്ച. ഇപ്പുറത്തും അപ്പുറത്തും പുഴ, താഴെ അതിൻ്റെ കൂടെ റോഡ്, പിന്നെ ട്രെയിൻ പാളം മൊത്തം. സീരിയസ്ലി അടിപൊളി. ഒരുമിച്ച് ഇങ്ങനെ പോകണതാണ് നല്ല രസമുണ്ട്. ചരക്ക് ട്രെയിനാണ്, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. റോഡൊക്കെ വളരെ മോശം കേട്ടോ, പൊളിഞ്ഞ് പണ്ടാറണങ്ങി കിടക്കുക റോഡ്. അതിൻ്റെ ഇടയ്ക്ക് ഇവരെ വണ്ടിയും ഇതാണിട്ട് പോവില്ല, എന്താ നമ്മളിട്ട് ഇങ്ങനെ കറക്കം ചെയ്യും. ഇത്രയും ദിവസം ഹൈവേ എന്നൊക്കെ പറയുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു. ഇതൊരുമാതിരി ഹൈവേയും. എനിക്ക് പണ്ട് ഞാൻ ഇതിലൂടെ പോയപ്പം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതായിട്ട് ചെറിയൊരു ഓർമ്മ ഉള്ള പോലെ ഉണ്ട്. അത് തന്നെയാണോ എന്നൊരു ഓർമ്മ ഉണ്ടെന്നില്ല. അപ്പോൾ വീഡിയോ നോക്കാനൊന്നും പറ്റൂല, വണ്ടി ഓടിക്കല്ലേ. അതായത് നമുക്കൊരു ഇഷ്ടപ്പെടില്ല ഈ റോഡ്. കൊൽക്കത്ത ടു സിലിഗുരി റോഡ് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണ് ആൾക്കാർ ഒരുമാതിരി നോട്ടം, മൊത്തത്തിൽ എന്തൊക്കെയോ മാതിരി. ഒരു പച്ച ലോക്കൽ സൈഡാണ് കേട്ടോ. അത് ബീഹാറാണ് തൊട്ടടുത്ത്.
ബീഹാറിൻ്റെ ബോർഡർ കൂടെയാണ് ഇങ്ങനെ പോണേ. നമ്മൾ ബീഹാർ ടച്ച് ചെയ്യാൻ തോന്നുന്നുണ്ട്, ചിലപ്പോൾ ഒന്ന് ടച്ച് ചെയ്യും, ടച്ച് ചെയ്ത് പോകുന്ന പോലെ തോന്നുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ. എന്തായാലും ബ്ലോക്കിലൊക്കെ പെട്ട് ബസ്സും ലോറിയും എല്ലാം കൂടിയായിട്ട് ഒരു അടുക്കും ചിട്ടൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ട് വണ്ടി പോവുക തന്നെ, വേറൊന്നുമില്ല. സമയം 1 മണിയായി. നമ്മൾ 4 മണിക്ക് ഇറങ്ങിയതാണ്. 5, 6, 7, 8, 9, 10, 11, 12, 1 9 മണിക്കൂറായിട്ട് ചായ കുടിക്കുക. ഒരു വട്ടം ചായ കുടിച്ച് എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഒരു റെഡ് ബുള്ളും കുടിച്ച്, ഒരു ചെറിയ സ്ട്രോങ് എന്ന് പറഞ്ഞ സാധനം കുടിച്ച്. ഇപ്പോൾ അതാ 1 മണിക്കാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നേക്കണേ. പരിപ്പ് കറിയും ചോറും ചിക്കൻ കസ എന്ന് പറഞ്ഞൊരു സാധനം ഓർഡർ ചെയ്തിരിക്കണേ. എന്നിട്ട് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുക. ഇതാണ് നമ്മൾ ഇരിക്കുന്ന റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം ടൈം എടുക്കും ഫുഡാവാൻ. ഞങ്ങൾ പതുക്കെ മതി, ഞങ്ങൾക്ക് റെസ്റ്റും വേണം. അപ്പോൾ ഒരു AC ഉള്ള റെസ്റ്റോറൻറ്റുമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റെസ്റ്റൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച്, പിന്നെ ജീപ്പിന് കുറച്ച് റെസ്റ്റ് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ചട്ടുമ്പോൾ ടക്ക് ടക്ക് എന്നൊരു സൗണ്ട്, ഗിയർ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ കാണിച്ചെന്നില്ലേ. അപ്പം അല്ലറ ചില്ലറ പണികൾ വരുന്നുണ്ടോ എന്നൊരു പേടി. അപ്പം ഇനിയും 250 കിലോമീറ്ററോളം ഓടാനുമുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു പിടുത്തം പിടിക്കാം. പക്ഷെ പിടുത്തം പിടിക്കാൻ പറ്റുന്നില്ല, റോഡ് വളരെ മോശമാണ്, അതാണ് പ്രശ്നം. ദിസ് ഈസ് അവർ എൻ്റർടൈൻമെൻറ്റ് റൈറ്റ് നൗ, റൈറ്റ്? ചോറ് വന്നിട്ടുണ്ട്. ദിസ് ഈസ് ചോറ്. ചൂട് ചോറ്, ഒരു ബക്കറ്റ് നിറച്ച് കറി, പരിപ്പ് കറി. വാ, So guys, we ordered that. ചിക്കൻ കറി. What is that? Where is the salad? പിന്നെ സലാഡ് കൂടി പറഞ്ഞത്. ഇവിടെ ഉള്ളി ഫ്രീ തരൂല. Look at this chicken. Nice. Not bad. Really? Yeah. Good. It's okay, fine. We can say like that. Mirch milega? Green chili. This is the onion salad. It's too much, right? Yeah. നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലം ഈ കാണുന്നതാണ്. അവിടുന്ന് ഭക്ഷണം കഴിച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി മോൻ റെസ്റ്റൊക്കെ എടുത്തില്ല മോനെ? സൂപ്പറല്ലേ? പൊയ്ക്കൂടെ? പേടിക്കണ്ട കേട്ടോ. കുറച്ച് ദിവസം കൂടി ഉള്ള തന്നെ ഇങ്ങനെ വട്ടം കിടക്കുക. അത് കഴിഞ്ഞാൽ ഇനി നായാലെത്തി ഫ്രീ ആവും. ഇതാണ് ഹൈവേ. ഒട്ടും ദഹിക്കാത്ത ഹൈവേ ഗൈസ്. കുഴപ്പമില്ല, എന്നാലും സീനില്ല. പോയല്ലേ പറ്റുമോ? നമുക്ക് വണ്ടി എടുക്കട്ടെ. ഇന്നത്തെ വ്ളോഗ് നല്ല വെറുപ്പിക്കലാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എനിക്ക് തന്നെ എടുക്കാനൊരു ഇത് കിട്ടുന്നില്ല. എന്താ എടുക്കുക എന്നുള്ളൊരു വൈബ് അത് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാലല്ലോ, എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ഞാൻ അക്കീറാണ് നല്ല ഉറക്കം. ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ല, ഞാൻ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് പറയാം. ഞാൻ കുറേ പേരും കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു വിഷയം ഞാൻ ഇപ്പോൾ ആലോചിച്ചിട്ട് എനിക്കതാ മനസ്സിൽ കിട്ടി. അതായത് നമ്മളെ ബഡ്ജറ്റ്, ഇത്രയും ദിവസത്തെ ചിലവ് എത്ര ആയി എന്നുള്ളത്. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് ഇന്നത്തേക്ക് 18 ദിവസം തികയുന്നു. 18 ദിവസമാണ് നമ്മൾ ആയത്. അതിൽ കേരളം, തമിഴ്നാട്, അതുപോലെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അത് കഴിഞ്ഞിട്ട് വെസ്റ്റ് ബംഗാൾ, 5 സംസ്ഥാനങ്ങളാണ് നമ്മൾ കറങ്ങിയിട്ടുള്ളത്. ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ ഒരു 2500 കിലോമീറ്റർ അല്ലെങ്കിൽ 2700 കിലോമീറ്ററോളം നമ്മൾ ഓടിയിട്ടുണ്ടാവും വണ്ടി. അതിൽ നമ്മൾ താമസം പൈസ കൊടുത്തെടുത്തത് എനിക്ക് തോന്നുന്നത്
ഒറ്റ ദിവസങ്ങാനാണ് നമ്മൾ പൈസ കൊടുത്ത് താമസിച്ചത്. അത് ഇവിടെയാണ്, ധനുഷ്കോടി രാമേശ്വരം. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളെല്ലാം പിന്നെ മലയാളികളെ കൂടെയോ ടെൻ്റ് അടിച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളെ ചിലവ് മൊത്തം ഞങ്ങൾ 50-50 ഞാൻ പകുതി അക്കീർ പകുതി. മൊത്തം ഇന്നലെ വരെ കൂട്ടി നോക്കിയിട്ട് 57,000 രൂപയാണ് നമ്മുടെ മൊത്തം ചിലവ്. അതിൽ ഡീസൽ വരും, പിന്നെ നമ്മളെ ഫുഡ് സ്റ്റേ ഞാൻ പറഞ്ഞില്ല എത്രയോ വന്നിട്ടുള്ളൂ, ഇല്ലെങ്കിൽ എത്രയോ പോകണ്ട സ്റ്റേ, പിന്നെ അതുപോലെ ഫുഡ് സ്റ്റേയും, പിന്നെ വണ്ടിക്കെടുത്ത പണി അതിൻ്റെ പൈസ, നമ്മൾ കുടിച്ച വെള്ളം, എല്ലാം. ഫുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു മുട്ടായി മേടിച്ചാൽ അതുവരെ ഞങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ പൈസയും അതിൽ വരുന്നുണ്ട്. ഭക്ഷണമൊക്കെ നമ്മൾ 2 നേരം കഴിക്കുന്നുള്ളൂ, പക്ഷേ കഴിക്കുന്നത് നല്ല രീതിയിൽ കഴിക്കുള്ളൂ. അതായത് വെറുതെ ഒരു ചപ്പാത്തിയും എന്തെങ്കിലും ഒരു ചോറ് എന്തെങ്കിലും ഒരു കട്ടി കൂട്ടി കറിയൊന്നുമല്ല. അക്കീറിന് നല്ല ചിക്കനൊക്കെ വേണം, എനിക്കും വേണം. അപ്പോൾ പിന്നെ ചോറും കറിയും ചിക്കനും എല്ലാം കൂട്ടി നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് അങ്ങനെയാണ് പോയത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇത്രയും ദിവസത്തെ ചിലവ് കേട്ടോ. അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഉറക്കവും കൂടെ അങ്ങോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ചിലപ്പോൾ ഇതിൽ ടോളുണ്ട്, ഫാസ്റ്റാഗ് കഴിച്ച് വെറും എനിക്കൊന്നിന് 6,000 രൂപ എങ്ങാനും ഫാസ്റ്റാഗിന് മാത്രമായിട്ടുണ്ട്. 6,000 രൂപ ഫാസ്റ്റാഗിന് മാത്രം. അതാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റായ സാധനം, ഫാസ്റ്റാഗാണ്. പിന്നെ ഡീസലുണ്ട്, അത്യാവശ്യം നല്ല ബഡ്ജറ്റ്. എനിക്കൊന്നൊരു 10-20 റുപ്യ 25 റുപ്യ ഡീസലായിട്ടുണ്ടാവും. പിന്നെ വണ്ടിക്ക് പണിയെടുത്ത് അത്ര ഒന്നും വരില്ല, കുഴപ്പമില്ല. അങ്ങനെ അല്ലറ ചില്ലറായിട്ട് പോകുന്നുണ്ട്. അതിലിപ്പോൾ ഒരാൾക്ക് 57 ആണെങ്കിൽ 60 റുപ്യ വെച്ചുകൊണ്ട് 30-30 റുപ്യ വെച്ചിട്ട് ഇപ്പോൾ ഇത്ര ദിവസത്തെ ചിലവ് വന്നിട്ടുണ്ട്. ഓക്കെ, സന്തോഷമില്ലേ ചിലവൊക്കെ അറിഞ്ഞപ്പോൾ? അതുപോലെ തന്നെ ഫ്യൂവൽ മൈ ജീപ്പ് എന്നുള്ള ക്യാമ്പയിൻ, അതിന് എതിര് പറയുന്നവരുണ്ട്, പിന്നെ ഹെൽപ്പ് ചെയ്തവരുണ്ട് കേട്ടോ. അവരോടൊക്കെ നന്ദി പറയാണ്. അപ്പം അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ മാത്രം, നമ്മളോട് യാത്ര ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണം താല്പര്യമുള്ളവർ മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്, സിലിഗുരി പോയതിന് ശേഷം നമ്മൾ പോകുന്നത് ഭൂട്ടാനിലോട്ടാണ്. ഭൂട്ടാൻ്റെ ബഡ്ജറ്റ് ഞങ്ങളൊരു ചെറിയൊരു എസ്റ്റിമേറ്റ് കൂട്ടി നോക്കിയപ്പം 50,000 മേലെ വരും. 50 to 60 വരും. 3 ദിവസം ഭൂട്ടാനിൽ നിൽക്കണമെങ്കിലുള്ള ചിലവ്, നോർമൽ ചിലവ് 50 to 60. കാരണം ഒരു ദിവസം ഭൂട്ടാനിൽ വണ്ടി ആയിട്ടുണ്ടെങ്കിൽ 4,500. ഒരാൾക്ക് ഒരു ദിവസം ഭൂട്ടാനിൽ നിൽക്കണമെങ്കിൽ 1,200. ഇൻഷുറൻസ് നിർബന്ധം 1000. അതുപോലെ തന്നെ ഭൂട്ടാനിൽ നമ്മൾ ടൂറിസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ 3 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഹോട്ടലിൽ നിൽക്കണം, അത് മിനിമം 3000. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഭൂട്ടാനിൽ കയറുമ്പോൾ ഉള്ള ഇത് വരുന്നുണ്ട്. അതിൻ്റെ പുറമെ ഏറ്റവും വലിയ ചിലവ് വരുന്നത്, ഭൂട്ടാനിൽ ഞങ്ങൾ 2 ആൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണമെങ്കിൽ ഒരു ഗൈഡ് കൂടി വേണം. ഭൂട്ടാനിൽ ആരും ഒറ്റ കയറിയാലും ഒരു ഗൈഡ് കൂടുതൽ വേണം. ആ ഗൈഡിന് 2,000 to 3,000 ഡെയിലി കൊടുക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണം, അപ്പോൾ ഗൈഡിക്കും ഭക്ഷണം കഴിച്ചു കൊടുക്കണം. ഇതൊക്കെ കൂടി ആ ഒരു ചിലവ് വരും. പിന്നെ അതിനുള്ള ഡീസൽ അടിക്കണം. അങ്ങനെ ഒരു 60 റുപ്യ അതും ചിലവ് വരും. അത് പിന്നെ ഭൂട്ടാനിൽ കയറുമ്പോൾ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ നടത്തണമെങ്കിൽ നമ്മളെ ഫ്യൂവൽ മൈ പിന്നെ ജീപ്പ് കുക്കീർ എന്നുള്ള പരിപാടിയിൽ എന്തായാലും ഒന്ന് പങ്കെടുക്കുക. ക്യാമ്പയിനാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീഡിയോ ഓണാക്കിയത് ഇതാ, ഈ സാധനം കണ്ട, നീ എന്ത് പൊട്ട ഡ്രൈവറാണ്, ഇതൊന്ന് പിടിപ്പിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു. ഇത് പൊട്ടിപ്പോകുന്നതാണ്. പിന്നെ അതിൻ്റെ ടാഗ് ഇട്ടിട്ട് ഞങ്ങൾ പിന്നെ കുറേ നോക്കി, വർഷാപ്പേരം നോക്കി, നടക്കുന്നില്ല. പൊട്ടിപ്പോകുന്നതുകൊണ്ട് ഇത് നടക്കുന്നില്ല. കുറേ നോക്കി ഞങ്ങൾ 18 അടവ് എടുത്തു നോക്കിയതാണ്. പക്ഷേ ഇനി രക്ഷയില്ല, പൊട്ടിപ്പോകുന്നുണ്ട്. ഇനി വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ വേറൊരു ഫാന്, ഈ ഫാനിൻ്റെ ഈ സാധനമാണ് പൊട്ടിയത്. ഇവിടെ ഇതുണ്ടോ, കാണുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ഫാൻ ഒന്നെങ്കിൽ മാറ്റേണ്ടി വരും. ഇനി ഓൻ്റെ നാട്ടിൽ പോയൊന്നും വേണ്ടി വരില്ല. അവിടെ എത്തിയതൊക്കെ ഇട്ട് ഊരിയൊക്കെ. അതുവരെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു എൻട്രി. നമ്മളിപ്പോൾ കറൻ്റ് ഉള്ളത് ബീഹാറിലാണ്. നമ്മൾ 6ാമത്തെ സംസ്ഥാനത്തോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയാൻ കാരണം, കോമഡി എന്ന് പറയാൻ കാരണം, വെറും
5 to 7 കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ ബീഹാർ. അപ്പത്തിന് നമ്മൾ അടുത്ത് വീണ്ടും വെസ്റ്റ് ബംഗാളിലോട്ട് കയറും. അപ്പോൾ നമ്മൾ 6ാമത്തെ സംസ്ഥാനമായ ബീഹാറിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വണ്ടീൻ്റെ സൈഡിൽ നമ്മൾ ബീഹാർ എഴുതിയിരിക്കണേ. അപ്പോൾ നമ്മൾ കയറണമല്ലോ. അപ്പോൾ കയറിയിരിക്കണേ, ബീഹാർ കയറിയില്ല എന്ന് ആരും പറയരുത്. നിങ്ങൾക്ക് ബീഹാർ കാണണമെങ്കിൽ ബീഹാർ ഒന്ന് കാണിച്ചും തരാം. ബീഹാറിൽ കൂടെയാണ് വണ്ടി ഓടിച്ച് പോണത്. ഇത് ഈ പാലത്തിൻ്റെ അപ്പുറത്തോ അവിടെ എവിടെയോ പിന്നെ വെസ്റ്റ് ബംഗാളാണ്. ഇനിയൊരു 4-5 കിലോമീറ്റർ പോയാൽ വീണ്ടും നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് തന്നെ കയറും. ഒരിത്തിരി ദൂരേ ഉള്ളൂ ബീഹാർ. നിങ്ങൾ ഈ മാപ്പിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ മാപ്പ് ഇവിടെ ഇട്ടേക്കാം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ബീഹാറും പിന്നെ വെസ്റ്റ് ബംഗാൾ എത്ര അടുത്താണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു കയറ്റവും പെട്ടെന്നൊരിറക്കവും ഇതാ പോയി ഇതാ വന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ബീഹാറിൽ കയറുന്നു, തിരിച്ച് വെസ്റ്റ് ബംഗാളിൽ കയറുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. വെൽക്കം ബാക്ക് ടു വെസ്റ്റ് ബംഗാൾ. എൻ്റെ റൈറ്റ് സൈഡ് കാണുന്നത് വെസ്റ്റ് ബംഗാളും എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ബീഹാറുമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 6-7 കിലോമീറ്റർ ആണ് ബീഹാറിലേക്ക് കൂടെ ഒന്ന് വഴി ഈ ഹൈവേ കയറിപ്പോകുന്നത്. പിന്നെ ബീഹാറിൻ്റെ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റോ പിന്നെ വെസ്റ്റ് ബംഗാളിലെ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ അവിടെ. അത് വെസ്റ്റ് ബംഗാളിലൊരു പാർട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ബീഹാർ പോലീസ് അവിടെ നിൽക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അതൊരു ഇതിലാണ്ട് പോവുകയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സംഭവം പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ കൊടുത്ത പോലെയാണ്, വേറെ സീനൊന്നുമില്ല. പക്ഷേ നമുക്ക് ശരിക്കും ഇപ്പോൾ ഇവിടുന്ന് ബീഹാർ ഇങ്ങനെ നോക്കി കാണാം. അപ്പുറത്തൊക്കെ കാണാം. നമ്മൾ ഈ വരേ കൂടെ പോണത്, ഒരു വരേ കൂടെ, ഈ വരേൻ്റെ ഇപ്പുറത്ത് മെയിൻ ഹൈവേ വരുന്നത്, അപ്പുറത്തേക്ക് പിന്നെ ബീഹാറും. എന്തായാലും ബീഹാർ കയറി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഫാസ്റ്റസ്റ്റ് ഒരു സ്റ്റേറ്റ് കണ്ട് തീർത്തിക്കണം. വെറും 2-3 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. ഇല്ല, ഒരു 5 മിനിറ്റ് കൂട്ടിക്കോളി. 5 മിനിറ്റ് കൊണ്ട് നമ്മളൊരു സ്റ്റേറ്റ് കണ്ട് ഇങ്ങോട്ട് തീർത്ത്. അല്ല, 5 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്റ്റേറ്റ് കയറി ഇറങ്ങി, അങ്ങനെ പറയാം. കണ്ട് തീർത്ത് എന്ന് പറഞ്ഞാൽ മോശമായി. അപ്പോൾ അവർ 5 മിനിറ്റ് കൊണ്ട് നമ്മളൊരു സ്റ്റേറ്റ് എത്തി. ഓക്കെ, സോ ഗായ്സ്, ഓടിച്ച് ഇനി 95 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഞാൻ മടുത്ത് ഗായ്സ്. 4 മണിക്ക് തുടങ്ങിയ ഇപ്പോൾ വൈകിട്ട് 5 മണി. അല്ല, 5 മണിക്ക് തുടങ്ങിയിട്ട് 5 മണി. ഒരു കിഡിലൻ സ്പോട്ടിലാണ് ഞങ്ങൾ വണ്ടി കൊണ്ട് നിർത്തിയിട്ട്. കഴിഞ്ഞ വട്ടം ഞങ്ങൾ ഇതേ വഴി വരുമ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നോക്കിയ സ്പോട്ട്, ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ പറ്റിയൊരു പ്ലേസാണ്. ബ്യൂട്ടിഫുൾ ഗൈസ്. ഇത്രയും മരങ്ങളും കണിക്കുന്ന ഒക്കെ ഉള്ളത്. ട്രെയിൻ പോണോക്ക്. ഏതാ മോനെ ലെവല്, നല്ല സ്ഥലേ. So guys, welcome to Siliguri. സിലിഗുരി ടൗണിലെത്തും. സിലിഗുരി ഭയങ്കര ഹാപ്പിയായി. എന്തറിയോ, സിലിഗുരി എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലോട്ടുള്ള ഒരു പാത്വേ ആണ്. അപ്പോൾ സിലിഗുരിക്ക് എത്താതെ നോർത്ത് ഈസ്റ്റ് എത്താൻ പറ്റില്ല. അപ്പോൾ ഇനി അക്കീറിൻ്റെ പുരേക്ക് വെറും 900 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളെ 70% പൂർത്തിയാക്കി ട്രിപ്പിൻ്റെ. സൂപ്പർ. നല്ല കിടിലൻ റോഡ്. ഈ റോഡൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ ബൈക്കും കൊണ്ട് അന്ന് തകർത്ത റോഡാ. നല്ല റോഡായിരുന്നു അന്നൊക്കെ. നല്ല രസത്തിൽ ഞങ്ങൾ അടിച്ച് മിന്നിച്ച് പോയ റോഡാട്ടോ ഇതൊക്കെ. അപ്പുറത്ത് നല്ല ചായത്തോട്ടും നല്ല ഇതൊക്കെ ആയിട്ട് അടിപൊളി. ഞങ്ങളിവിടെ എവിടെയോ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിരിക്കണേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഗൈസ്. 4 കൊല്ലങ്ങൾക്ക് മുന്നേ ഇതിലൂടെയൊക്കെ പറന്ന് നടന്ന് ഇവിടെ ഏതൊക്കെയോ സ്ഥലത്ത് സ്റ്റേ ചെയ്ത് അതൊക്കെ ഓർമ്മ വരിക ഗൈസ്. ഒരു മാറ്റമില്ല കേട്ടോ. അന്നൊന്നും അതേപോലെ ഉണ്ട് ഒരുവിധം. സ്മെല്ല്, നല്ല ചായപ്പൊടീൻ്റെ സ്മെല്ല്, ഭയങ്കര ചായപ്പൊടീൻ്റെ ചായൻ്റെ ഇലയില്ലേ അതിൻ്റെ സ്മെല്ല്. അപ്പുറത്തൊക്കെ അതിൻ്റെ തോട്ടാണ്. അത് നല്ല രസമായിരുന്നു അന്നൊക്കെ ഇവിടുത്തെ ഒരു വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഭയങ്കര ഈ റോഡൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഈ റോഡിൽ കൂടെ. വളരെ സന്തോഷം വീണ്ടും ആ റോഡൊക്കെ വീണ്ടും കാണുമ്പോഴേ. ഭയങ്കര ഹാപ്പി. നമ്മളെ പഴയ റൈഡൊക്കെ ഓർമ്മ വരും. ഇവിടെ ഏത് സ്ഥലത്താണ് നിന്നതെന്നാണ് എനിക്കൊരു ഓർമ്മ കിട്ടാത്തത്. ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ആ കടയിൽ കയറിയിട്ട് ഒരു ഹായ് പറഞ്ഞതിന് പറ്റും. ഓർക്ക് ഇന്ന ഓർമ്മ ഒന്നുണ്ടല്ല, ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. 4 കൊല്ലയില്ലേ, 2021 ഇതിലേ. വാവ്, അടിപൊളി.
ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് ഗൈസ്. സിലിഗുരിയിൽ നിന്ന് സിക്കിമിലോട്ട് പോവാം. ഡാർജിലിങ്ങിലേക്ക് 60 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതായത് നോർത്ത് ഈസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ പേരുണ്ട്. അവരൊക്കെ എന്തായാലും നോർത്ത് ഈസ്റ്റിലോട്ട് വരണം. അടിപൊളി. അതുപോലെ തന്നെ ഇവിടെ കുറേ ആർമിക്കാരെ ക്യാമ്പും കാര്യങ്ങളും ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതുപോലെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഇല്ലേ റോഡൊക്കെ. നമ്മൾ സിലിഗുരി ടൗണിലോട്ട് കയറിയിരിക്കുകയാണ്. 9 കിലോമീറ്റർ ഓടിക്കാൻ 24 മിനിറ്റാണ് പറയണത്. അതായത് കൊൽക്കത്തയിൽ നിന്ന് വന്നിട്ട് ഇവിടെ കാണുമ്പോൾ ഇവിടെ എന്തൊക്കെയോ ഒരു നല്ല കാര്യങ്ങൾ നടക്കുന്നല്ലേ. ഹോണടി കുറവാണ്. നോക്കി, ഹോണടി നിങ്ങളെവിടെയും കേൾക്കുന്നുണ്ടോ? കൊൽക്കത്തയിലേക്ക് ഗീ 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 എന്നും പറഞ്ഞിട്ട് മനുഷ്യരു സമാധാനം തരില്ലായിരുന്നു. ഇവിടെ ശാന്തി, സമാധാനം, ഓടിക്കുന്നതൊക്കെ പതുക്കെ ആയിട്ടാണ് എല്ലാവരും. ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ നാട്ടിലത്തെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. സിക്കിം, അതുപോലെ ആസാം, നാഗാലാൻഡ്, പിന്നെ ഇവിടുത്തെ ഒരു വെസ്റ്റ് ബംഗാൾ, എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയിൽ ഒരു ഹബ്ബായിട്ട് കൊണ്ട് നടക്കുകയാണ് എന്ത് സിലിഗുരി. സിലിഗുരി ആണ് ഇവരുടെയൊക്കെ ഒരു ആശ്വാസ കേന്ദ്രം. ഇതാണ് മേജർ ടൗൺ. ഇത് കഴിഞ്ഞാൽ മേജർ ടൗൺ ഇല്ലല്ലോ ഇവർക്ക്. പിന്നെ ആസാമാണ് മേജർ ടൗൺ. പിന്നെ അങ്ങോട്ട് പോയാൽ ഗാങ്ടോക്കാണ്, മേലോട്ട് പോയാൽ. അങ്ങനെ അടിപൊളിയല്ലേ. ഇവിടെ എയർപോർട്ടുണ്ട്. ബാഗ്ഡോഗ്ര എയർപോർട്ടാണ് ഇവിടുത്തെ എയർപോർട്ടിൻ്റെ പേര് കേട്ടോ. എന്തായാലും നൈസാണ് ഗൈസ്. എന്തോ ഒരു ആശ്വാസം ഇവിടെ വന്നപ്പോൾ. മസ്ജിദ് മോറോ എന്താ, കുറേ മസ്ജിദ് ഉണ്ട് എന്നാണ്. സോ ഗൈസ്, ഫൈനലി വി റീച്ച് സിലിഗുരി. നമ്മളെ സ്റ്റേയിലെത്തിയിട്ടുണ്ട്. ബ്രദർ സരൺ, റൈറ്റ്? സരൺ ബ്രദറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാം നമുക്ക് പരിചയപ്പെടാം, കാണാം. വണ്ടി നമ്മളിതാ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഹായ്. ഓ, ഇവിടെ വമ്പച്ച ആൾക്കാരൊക്കെ ആണല്ലോ. സി വെല്ലീസ്. നമ്മളത്ര ഇല്ല. Okay, we smell very bad, okay? It's okay. We smell Take shower, you know. Yeah. lassi. Let's see. So, this is brother Saran. Yeah, nice to meet You too. And you're from here? I'm from Nagaland. Nagaland. Wota? Alla Woka? I'm from Dimapur. Dimapur. Yeah. But my sister's husband is from Woka. Okay. Oh. She married a Lota. And you? I'm mixed Nepali and Mm. my mom is Nepali also, but she's Naga mix. Okay. And me? you. This is fake. Fake Naga. Oh, it took, yeah, bro. 19 days. No, I'm from Kolkata. Kolkata. From... No. We were at home, it's okay. 11 hours. We started at 5. So guys, ഞങ്ങൾ ഇവിടെ വന്ന് കുളിച്ച് മാറ്റി. ഒരു യൂട്യൂബർ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത യൂട്യൂബർ പുള്ളി നമുക്ക് വേണ്ടിയിട്ട് 4 തരത്തിലുള്ള ഫുഡ്. ഒന്ന് ചിക്കൻ ലിവർ, കണ്ടിട്ട് തന്നെ ഇത് നമുക്ക് പറ്റില്ല. ഹറാം ഗൈസ്. പോർക്ക് ഫോർ കുക്കിംഗ്. Pork, huh? So for you. For you also, you are eating don't lie. Don't lie. This guy is a black and Muslim. Si. He eats pork hidingly after when the camera is on. ഗൈസ്, ഞാനിത് കഴിക്കുന്നൊക്കെയാണ് പറയണത്. പിന്നെ ചട്നി ഉണ്ട്. ഇത് ഫിഷ് ഫിഷിന്റെ കളർ വെറൈറ്റി കളർ. ഇത് എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ബീഫ്. ഇത്ര ഐറ്റംസ്. 1, 2, 3, 4 items, man. Hi, Bengalese too. Do fish too, right? Today kadam. Look, hi. We look like Kerala, right? Yeah, Almost. You use bamboo shoot in beef also? Yes. Sometimes. No. Naga style you put, but this This- is I think not Naga style. Ah. That is fried, no? Yes. Your style, I think. Yeah, look like Kerala style. Yes.
Same. Muslim style is best, yeah. Muslim style. Yes, halal style. Yeah. അതാ പുള്ളീൻ്റെ വീട് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. അടിപൊളി ഒരു വീടുണ്ട്. പിന്നെ വൈഫ് കൊൽക്കത്തയിൽ എന്തിനോ വർക്കിന് എന്തോ പോയതാണ്. അപ്പം നാളെ വരും. അതിൻ്റെ ഉള്ളിൽ ഞങ്ങളിത് തകർത്ത് പൊളിച്ച് വെക്കും അല്ലേ കുക്കിയർ? Yes. Very clean. കുക്കിയർ attitude became change, guys. Because When he I'm came very- here, I'm very he became Northeast. Northeast, Naga boy. Nah, this Yasin vlog. Guys, chor 야, 이거 어사다 어사다. 알아. 갈리 가시로 먼 콜카타라 나. It's good. 난 비하는 게 좋아. Oh yeah, bro, you get so good biryani out there. Where, Kolkata? Are they on fan or you? It's fine. Is it Kolkata biryani? Fan on Bordeaux, bro. I don't think. Okay. It's fine. Anything. I'm okay with that. Kolkata biryani, no. Oh, Siliguri, no. You get good biryani. We'll try. Maybe. Yeah, We'll sure. try it tomorrow. You think? Tomorrow we'll try. Yesterday biryani. Ew. Oh, yesterday. Who? Thank you guys. Bro, Darjeeling though, like this, no bother. Huh? Darjeeling Why? ka food life to no bother. But Momon I- life to beef la momon, no. Mihin buludo. Ah yeah, no bother. What? This is like Kerala. Shut up. What kid like Seriously? Notice. No, this guys, see beef, correct? That's Muslim style, bro. You try it, man. You try. No, first pork. I'll try the pork. Food is good. Very good. Great, man. Guys. ഞാൻ ലിവർ ഇട്ടിട്ട് കാണിച്ചു തരാം. Bro, liver try na. Ah. Liver try na. Chalo. Guys. Pork to. Liver is my favorite, so liver. സോ ഇപ്പം എനിക്ക് എന്താ പറയാൻ പറ്റില്ല. നാഗാലാൻഡ് ഫുഡോട് Huh? Gravy and do. ദിസ് ഇസ് നാഗാലാൻഡ് ഫുഡ് റൈറ്റ്? Beef like gravy. Which one? Not All. pork gravy and do, bro. No. Iguno. This is good. Why? കേരള ഫുഡ് പോലെ തന്നെ Nagamano ba? Panas na. വെരി ഗുഡ്. Nai, itu. Mula sa atin. Kay Jiga, ini Super tengah. everything.